ഹലോ, ഞാനൊരു ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. 1 മണിക്കൂർ കൊണ്ട് എങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം എന്നുള്ളൊരു ടിപ്സ് പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ അതിലൊരു കമൻറ്റ് വന്നതാണ് ഇതിൻ്റെ കട്ടിങ് വീഡിയോ ഇടാന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും ഇടാം. കാരണം ഈ ഒരു തുണിയിൽ ഈ ഒരു മോഡൽ ഇതിൻ്റെ അവസാന പീസാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇത്. അപ്പോൾ ഇത് ഞാൻ ഇന്ന് കാണിച്ചു തന്നിട്ടില്ല, പിന്നീട് കാണിച്ചു തരാൻ പറ്റില്ല. കാരണം തുണി തീർന്നു കേട്ടോ, സ്റ്റോക്ക് തീർന്നിട്ടുണ്ട്. ലാസ്റ്റ് വന്നൊരു ഓർഡറാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് തുണി മടക്കി വെക്കുക. ഞാൻ 2 പീസും നല്ല പീസ് രണ്ടും ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും അതിൻ്റെ മേലെ തന്നെ ലൈനിങ്ങിൻ്റെ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും ഒരുമിച്ച് വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്നതിൻ്റെ ഏറ്റവും ഫസ്റ്റായിട്ട് ഷോൾഡറിൻ്റെ ഭാഗത്ത് സ്ട്രെയിറ്റ് ലൈൻ വരക്കുക. ആ സ്ട്രെയിറ്റ് ലൈനിൽ നിന്ന് താഴേക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അത് അടയാളപ്പെടുത്താം. അതിൻ്റെ കൂടെ 1.5 ഇഞ്ചാണ് കൂടുതൽ ഇടേണ്ടത് കേട്ടോ. നമുക്ക് വേണ്ടുന്ന ലെങ്ത്തിൻ്റെ കൂടെ 1.5 ഇഞ്ച് ഇടയാം. എന്നിട്ട് അവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരക്കുക. ലെങ്ത്ത് അവിടെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചു കേട്ടോ. ഇനി അടുത്തത് ചെയ്യേണ്ടത് ഷോൾഡറാണ്. ഇനി ഷോൾഡറിന് അങ്ങോട്ട് നമുക്ക് ഓർഡറിൽ ചെയ്ത് പോവാം. ആദ്യം ഷോൾഡറിൽ അളവ് എത്രയാണോ അത് കറക്റ്റ് അടയാളപ്പെടുത്താം. അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് കൂടുതൽ ഇടയാം. ഓക്കെ, നോർമൽ കഴുത്താണ്, അതുകൊണ്ട് തന്നെ 1/2 ഇഞ്ച്. കോളറൊക്കെയാണ് വരുന്നതെങ്കിൽ 1/2 ഇഞ്ച് എക്സ്ട്രാ എടുക്കണം കേട്ടോ. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞ കൺഫ്യൂഷനോ. ഷോൾഡറിൻ്റെ അളവിൻ്റെ കൂടെ 1/2 ഇഞ്ച് എടുക്കുക. ആ ഒരു അളവ് തന്നെ താഴെ ആം ഹോളിൻ്റെ ഭാഗത്തേക്ക് അടയാളപ്പെടുത്താം കേട്ടോ. എന്നിട്ട് അതിലേക്ക് തന്നെ വണ്ണം എത്രയാണോ വേണ്ടത്, വണ്ണത്തിൻ്റെ 4/1 ഭാഗമാണ് കേട്ടോ, അത് അടയാളപ്പെടുത്താം. ഇനി തയ്യൽ തുമ്പ് വേണം, പിന്നെ അതിൻ്റെ ലൂസും തയ്യൽ തുമ്പ് കൂടെ വേണം. അപ്പോൾ 1/2 ഇഞ്ച് എടുക്കാം, 1/2 ഇഞ്ച് അടയാളപ്പെടുത്താം. എന്നിട്ട് 1 ഇഞ്ച് അടയാളപ്പെടുത്താം. എന്ന് വെച്ചാൽ മൊത്തത്തിൽ 1.5 വേണം. എന്നാലും ആദ്യം നമ്മുടെ വണ്ണം കഴിഞ്ഞിട്ട് 1/2 ഇഞ്ച് അടയാളപ്പെടുത്തണം. അതിൻ്റെ ആവശ്യം അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. 1/2 ഇഞ്ച് അടയാളപ്പെടുത്തിയതിന് ശേഷം 1 ഇഞ്ച്, മൊത്തത്തിൽ 1.5 ഇഞ്ച് എക്സ്ട്രാ എടുക്കണം. ഇനി അവിടെ നിന്ന് താഴോട്ട് വേസ്റ്റ് ലൈനിൻ്റെ ലെങ്ത്ത് എവിടെയാണോ വേസ്റ്റ് വേണ്ടത് അതിൻ്റെ ലെങ്ത്ത് നോക്കാം. ആ ലെങ്ത്ത് അടയാളപ്പെടുത്തിയിട്ട് ആ ഒരു അടയാളത്തിലേക്ക് തന്നെ വേസ്റ്റിൻ്റെ വിഡ്ത്ത് എടുക്കാം. ഈ വിഡ്ത്ത് എടുക്കുമ്പോൾ ഇതേപോലെ വിഡ്ത്ത് കറക്റ്റ് വണ്ണം എത്രയാണോ അത് എടുക്കാം. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് ആഡ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് ചെയ്യുന്നത് ആ ഷോൾഡറിൻ്റെ എടുക്കുന്നത് നേരെ താഴെ ഹിപ്പിൻ്റെ ലെങ്ത്ത് എത്രയാണോ വേണ്ടത് അതെടുക്കുക. എന്നിട്ട് അതിൽ ഹിപ്പിൻ്റെ വണ്ണം വിഡ്ത്ത് എത്രയാണോ അത് അടയാളപ്പെടുത്താം. അപ്പോൾ ഹിപ്പിൻ്റെ ഭാഗത്ത് വരുമ്പോൾ 1.5 ഇഞ്ച് അധികം എടുക്കില്ല, 1 ഇഞ്ച് എടുക്കത്തുള്ളൂ കേട്ടോ. 1/2 ഇഞ്ച് മൈനസ് ചെയ്യും. നമ്മൾ മേലെയൊക്കെ എടുത്തതിൽ നിന്ന് 1/2 ഇഞ്ച് മൈനസ് ചെയ്തിട്ടാണ് ഹിപ്പിൻ്റെ അടുത്ത് എടുക്കുക. പിന്നെ അരവണ്ണം നല്ല രീതിക്ക് ഉള്ളവരാണെങ്കിൽ കൂട്ടിയെടുക്കുക കേട്ടോ. ഇനി ഏറ്റവും താഴത്തെ ഭാഗത്ത് ഈ ഒരു ഭാഗത്തായിട്ട് 1 ഇഞ്ച് അല്ലെങ്കിൽ 1/4 ഇഞ്ച് മേലേക്ക് വരക്കണം കേട്ടോ. താഴത്തെ ഭാഗം ഷേപ്പ് ചെയ്ത് വരക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കാണിച്ചു തരാം. ഇതാ ഇവിടുന്ന് 1 ഇഞ്ചോ അല്ലെങ്കിൽ 1/4 ഇഞ്ചോ മേലേക്ക് വരാം. ഓക്കെ, എന്നിട്ട് ഷേപ്പ് ചെയ്തിട്ട് വരക്കണം. അപ്പോൾ ഷേപ്പ് ചെയ്തിട്ട് വരക്കുമ്പോൾ ഈ ഒരു ലൈൻ ഉണ്ടല്ലോ അതിൻ്റെ ഏകദേശം സെൻറ്ററിലേക്ക് ഇതിനിങ്ങനെ വരച്ചു കൊണ്ടുവരണം. ഒരു ഷേപ്പാക്കിയിട്ട് ചെറിയൊരു ഫ്ലോപ്പായിട്ട് ഇങ്ങനെ ഒരു ചെരിവ് ഇങ്ങനെ കൊണ്ടുവരും കേട്ടോ. മെയിൻ ലൈനിലേക്ക് ഒരു വര ഇങ്ങനെ കൊണ്ടുവരും കേട്ടോ. ഇതേപോലെ കൊണ്ടുവന്നിട്ട് ആ ഒരു ചെരിവിലേക്കാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇനി നമ്മൾ അടയാളപ്പെടുത്തിയ എല്ലാം കൂടി ഒന്ന് ജോയിൻ ചെയ്ത് വെക്കുക. അതിന് മുമ്പേ ഈ ഷോൾഡറിൻ്റെ ഈ ആം ഹോളിൻ്റെ ഭാഗത്തൊരു സ്ക്വയർ വരക്കണം. അപ്പോഴാണ് നമ്മൾ ആം ഹോളിൻ്റെ കുഴിയില്ലേ, കൈക്കുഴി, അത് കറക്റ്റ് നമുക്ക് ഷേപ്പിൽ വരക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഇതേപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരക്കാം. അവിടെ നിന്ന് വണ്ണത്തിലേക്ക് ഒരു ലൈൻ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ വരച്ചാൽ മാത്രമേ നമുക്ക് കൈക്കുഴി കറക്റ്റിൽ വരക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഈ വര സ്ട്രെയിറ്റ് ആയിരിക്കണം, ചെരിവ് ഉണ്ടാവാൻ പാടില്ല. അത് നല്ല രീതിക്ക് ശ്രദ്ധിക്കണം. ഓക്കെ, ഇങ്ങനെ വരച്ചു. ഇനി നമ്മുടെ വണ്ണം അടയാളപ്പെടുത്തി അതിലേക്ക് അങ്ങനെ വരക്കുക. ഏറ്റവും താഴെ വരെ ആ ഷേപ്പ് നമ്മൾ അടയാളപ്പെടുത്തില്ലേ ആ ഒരു അളവിൽ കറക്റ്റ് താഴെ വരെ അങ്ങ് വരച്ചെടുക്കുക കേട്ടോ. അടുത്തത് വേണ്ടത് ആം ഹോള് വരക്കലാണ്. അപ്പോൾ ആം ഹോള് വരക്കണമെങ്കിൽ ഇപ്പോൾ ഒരു സ്കെയിൽ കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ടാപ്പിൽ തന്നെ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആദ്യം 1.5 ഇഞ്ച് അടയാളപ്പെടുത്തുക കേട്ടോ. യെസ്, 1.5 ഇഞ്ച് അടയാളപ്പെടുത്താം. അവിടെ നിന്ന് താഴോട്ടേക്ക് 1 ഇഞ്ച് അടയാളപ്പെടുത്തുക കേട്ടോ. മനസ്സിലായോ? 1.5യും 1 ഇഞ്ചുമാണ് അതുള്ളത്. ഇനി ഈ ലൈനിൻ്റെ നേരെ സെൻറ്ററിലേക്ക് വരാം. ഇനി ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ഒരു സ്ലോപ്പ് വരക്കണ്ട. ഇങ്ങനെ ചെരിവ് ഇങ്ങനെ
എന്താ കൈക്കുഴി ഇങ്ങനെ ചെരിഞ്ഞ് പോകുന്നില്ലേ, ആ സെൻറ്ററിൽ നിന്നാണ് അത് ശരിക്കും ചെരിഞ്ഞ് പോയിട്ട് ഫസ്റ്റ് ഡോട്ടിലേക്ക് പോവും. എന്നിട്ട് ഈ 1/2 ഇഞ്ച് അടയാളപ്പെടുത്തില്ലേ, അതിൻ്റെ ഉള്ളിലേക്കാണ് ഇത് പോകേണ്ടത്. ഇതിന് വേണ്ടിയാണ് ആ ഒരു 1/2 ഇഞ്ച് അവിടെ വേണമെന്ന് പറഞ്ഞത് കേട്ടോ. അപ്പോൾ കൈക്കുഴി അവസാനിക്കുന്നത്, ആ ഷേപ്പ് അവസാനിക്കുന്നത് ആ 1/2 ഇഞ്ചിലാണ്. പിന്നെ അവിടുന്ന് 1 ഇഞ്ച് സ്ട്രെയിറ്റ് ലൈൻ അങ്ങ് വരക്കും കേട്ടോ. അതാണ് ബാക്കിലെ കൈക്കുഴി. ഇനി ഫ്രണ്ടിലെ കൈക്കുഴിയിൽ ഈ സെൻറ്ററിൽ നിന്ന് 1/2 ഇഞ്ച് ഉള്ളിലേക്ക് വരച്ചിട്ട് മേലെ നിന്ന് ആ ഡോട്ടിലൂടെ താഴത്തെ ഒരു 1 ഇഞ്ചിൻ്റെ ഡോട്ടില്ലേ, ആ ഒരു പോയിൻറ്റിലൂടെ നമ്മൾ 1/2 ഇഞ്ച് അടയാളപ്പെടുത്തി അതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ എന്താ ഫ്രണ്ടിലത്തെ ആം ഹോളിൻ്റെയും എന്താ കൈക്കുഴിയും അടയാളപ്പെടുത്തി വെച്ചു. അപ്പോൾ ഇത് നിങ്ങൾ കുറച്ചധികം വര വന്നു പോയി, എന്നാലും നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവില്ലേ എവിടെ നിന്നാണ് കട്ട് ചെയ്യേണ്ടത്. അത് കറക്റ്റ് അതേപോലെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ, അല്ലെങ്കിൽ പണി കിട്ടും. ഇനി ഇവിടെ താഴെയായിട്ട് അല്ല ഏറ്റവും മേലെയായിട്ട് താഴേക്ക് 1/2 ഇഞ്ച് ഇതേപോലെ അടയാളപ്പെടുത്താം. എന്നിട്ട് അവിടുന്ന് താഴേക്ക് ഇതേപോലെ അളന്ന് കൊണ്ടുവരണം കേട്ടോ. നമ്മളെ മെഷർമെൻറ്റിലെ ആം ഹോൾ എത്രയാണോ അത് കറക്റ്റ് കിട്ടുന്നുണ്ടോ നോക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മളെ ബോഡി പാർട്ട് എന്താ അളവിൻ്റെ തുണി ഉണ്ടാവില്ലേ, പക്ഷേ അളവിൻ്റെ ടോപ്പിൻ്റെ കൈക്കുഴി എത്രയാണോ അത് കറക്റ്റാണോ നോക്കണം. അത് എത്രയാണോ കിട്ടുന്നത് അത് അവിടെ ആ ഒരു 1/2 ഇഞ്ചിൻ്റെ ഉള്ളിൽ കിട്ടണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ആ 1/2 ഇഞ്ചിൻ്റെ ഉള്ളിൽ ആ ഒരു അളവ് കിട്ടണം നമ്മുടെ ശരിക്കുള്ള കൈക്കുഴി കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ വരച്ച് കഴിഞ്ഞിട്ട് ആ ഒരു മെഷർമെൻറ്റ് എടുത്ത് നോക്കാൻ മറന്നു പോയത്. ഇനി കഴുത്തിൻ്റെ അകലം കൂടെ ഒന്ന് അടയാളപ്പെടുത്തുക കേട്ടോ. അപ്പോൾ എത്രയാണോ കഴുത്തിൻ്റെ അകലം വേണ്ടത് അതുകൂടെ അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ ബോഡി പാർട്ടിൽ എല്ലാ അടയാളപ്പെടുത്തേണ്ട കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി താഴെ ലൈനിങ്ങും ഇതിൻ്റെ കൂടെ തന്നെയാണ് ഉള്ളത്. അപ്പോൾ ലൈനിങ്ങിലും ചെറിയൊരു സ്ലോപ്പ് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഏറ്റവും താഴെ ലെങ്ത്തിൻ്റെ ഭാഗത്ത് ഒരു ചെറിയ ചെരിവ് കൊടുത്തില്ലേ, അതേപോലെ ലൈനിങ്ങിൻ്റെ ഭാഗത്തിലും ഒരു 1/4 ഇഞ്ച് മേലേക്കാക്കിയിട്ട് ചെറിയൊരു സ്ലോപ്പ് കൊടുത്തിട്ട് ആദ്യം ലൈനിങ്ങിൻ്റെ താഴെ ഭാഗം കട്ട് ചെയ്യും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ലൈനിങ്ങിൻ്റെ താഴെ ഭാഗം കട്ട് ചെയ്യുമ്പോൾ നല്ല തുണി കട്ട് ചെയ്ത് പോകരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം എനിക്ക് മുമ്പെന്ന് വെച്ചാൽ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങിയ സമയത്തൊക്കെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ ഭാഗ്യത്തിന് അത് എൻ്റെ തന്നെ ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ അങ്ങ് പോയി. നമ്മൾ പുറത്തുനിന്ന് ഒരാളുടെ നിന്ന് വാങ്ങിയിട്ട് അങ്ങനെ പറ്റിക്കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ലൈനിങ് കട്ട് ചെയ്യുമ്പോൾ താഴത്തെ പാർട്ട് കട്ട് ചെയ്ത് പോകരുത് കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി താഴെ ഭാഗം കട്ട് ചെയ്ത് വരാം. നിങ്ങൾക്ക് എങ്ങനെയാണോ കംഫർട്ടബിൾ, താഴേന്ന് ആണ് കട്ട് ചെയ്ത് വരാൻ എളുപ്പമെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ മേലെ ഷോൾഡറിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങോട്ടേക്ക് പോവുകയാണെങ്കിൽ അങ്ങനെ. നമുക്ക് എങ്ങനെയാണോ കംഫർട്ടബിൾ ആവുന്നത് ആ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. ഞാനെപ്പോഴും താഴേന്ന് കട്ട് ചെയ്തിട്ട് മേലേക്ക് ഇങ്ങനെ വരികയാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഏറ്റവും മേലെ വരും. പിന്നെ എൻ്റെ ഈ സൈഡിൽ ക്യാമറ ഉള്ളതുകൊണ്ട് തന്നെ ആം ഹോൾ എനിക്ക് കറക്റ്റ് അവിടെ നിന്ന് കട്ട് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എനിക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പതിയെ ഈ തുണിയെ ചെരിച്ച് ഇപ്പുറത്തെ സൈഡിലേക്കാക്കി വെക്കുന്നുണ്ട് കേട്ടോ. അതിനു മുമ്പേ പറയാനും എന്നോട് ചെയ്യാനും വിട്ടുപോയൊരു കാര്യം എന്ന് വെച്ചാൽ ഷോൾഡർ സ്ലോപ്പ് അടയാളപ്പെടുത്തിയിട്ടുണ്ട്, പക്ഷേ വരഞ്ഞില്ല കേട്ടോ. ഈ ഒരു ഭാഗം കട്ട് ചെയ്യുമ്പോഴാണ് അത് ഓർമ്മ വന്നത്. അപ്പോൾ നമ്മൾ നെക്കിൻ്റെ വിഡ്ത്തിൽ നിന്ന് ആ ഒരു ഷോൾഡർ സ്ലോപ്പിലേക്ക് ഒരു വര വരക്കണം കേട്ടോ. എങ്കിൽ മാത്രമേ നമ്മൾ ഷോൾഡറിൽ കറക്റ്റായിട്ട് അത് ടോപ്പ് നിൽക്കത്തുള്ളൂ. അപ്പോൾ അതിനോട് വരക്കാൻ വിട്ടുപോയി. അപ്പോൾ എന്തായാലും ഇവിടെ എത്തുമ്പോൾ എന്തായാലും അത് ഓർമ്മ വരും. ആ സ്ലോപ്പ് എന്തായാലും ആവശ്യമുള്ളതുകൊണ്ട് തന്നെ അവിടെ എത്തുമ്പോൾ എന്തായാലും ഓർമ്മ വരും. ഇന്നും എനിക്ക് അവിടെ എത്തിയപ്പോൾ ഓർമ്മ വന്നു. അപ്പോൾ ഇതാ ആ ഒരു സ്ലോപ്പാണ് ഇത് കേട്ടോ. ഇനി ആ സ്ലോപ്പിൻ്റെ മേൽക്കൂടെ തന്നെ കട്ട് ചെയ്ത് ആം ഹോള് അങ്ങനെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അടുത്തത് കൈക്കുഴി കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ബേക്കിലത്തെ പാർട്ടാണ്. ആദ്യം ബേക്കിലത്തെ കൈക്കുഴിയില്ലേ, അതെന്ന് വെച്ചാൽ ഏറ്റവും മേലുള്ളത് 1.5 ഇഞ്ചിൽ വരുന്നത്, അതാണ് ആദ്യം കട്ട് ചെയ്ത് മാറ്റേണ്ടത് കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ആദ്യം ഫ്രണ്ടിലത്തെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ, മൊത്തത്തിൽ ഫ്ലോപ്പ് ആവും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ബേക്കിലത്തേത് കട്ട് ചെയ്ത് മാറ്റാണ് ചെയ്യേണ്ടത്. ഫ്രണ്ടിൽ അത് അടയാളപ്പെടുത്തി വെച്ചതാണ്, നമുക്ക് അടുത്ത സ്റ്റെപ്പാണ് അത് ചെയ്യേണ്ടത്. ഇനി ചെയ്യേണ്ട കാര്യം, ഫ്രണ്ടിലത്തെ ലൈനിങ്ങും ഫ്രണ്ടിലത്തെ നല്ല പീസും ഒരുമിച്ച് വെക്കുക. അതേപോലെ ബേക്കിലത്തെ ലൈനിങ്ങും ബേക്കിലത്തെ നല്ല പീസും ഒരുമിച്ച് വെക്കുക കേട്ടോ. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇനി ആദ്യം തന്നെ നമുക്ക് ഫ്രണ്ടിലത്തെ ലൈനിങ്ങും നല്ല പീസും ഇതേപോലെ കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ ആം ഹോള് കട്ട് ചെയ്തെടുക്കാം.
അപ്പോൾ കട്ട് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കണം, ഉള്ളിലേക്ക് അധികം കട്ട് ചെയ്ത് പോകരുത്. പിന്നെ നമ്മളെ കൈക്കുഴി കക്ഷത്തിൻ്റെ ഭാഗത്ത് ചുളിവ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഫ്രണ്ടിലത്തെ ആം ഹോൾ കട്ട് ചെയ്തു. ഇനി നമുക്ക് ഈ ഒരു തുണീനെ തൽക്കാലം മാറ്റി വെക്കാം. ഇനിയിപ്പം ഇതിൻ്റെ ആവശ്യമില്ല, അടുത്ത സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിനെ തൽക്കാലം ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ബേക്കിലത്തെ പാർട്ട് എടുക്കാം. ബേക്കിലത്തെ പാർട്ട് കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് ബേക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ബേക്കിൽ ക്യാൻവാസ് വെക്കാതെ ഞാനൊരു ക്രോസ് പീസ് തുണിയാണ് വെക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ക്യാൻവാസ് വെക്കുക, അല്ലെങ്കിൽ തുണി അടിച്ചിട്ട് ചെറിയൊരു പീസ് കട്ട് ചെയ്ത് മറിച്ചിട്ട് വെക്കുകയാണെങ്കിൽ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ആ വരച്ചിട്ട് നമ്മൾ ക്യാൻവാസ് വെച്ചടിക്കില്ല, അതേപോലെ അങ്ങ് ചെയ്താൽ മതി. ഇതിപ്പം ഞാൻ ക്രോസ് പീസ് വെക്കുന്നതുകൊണ്ട് തന്നെ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, കഴുത്തകലെടുക്കുക. കഴുത്തിൻ്റെ ലെങ്ത്ത് എത്രയാണോ അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് കൂടെ എടുക്കുക. ആ 1/2 ഇഞ്ച് എടുക്കുന്നത് നമ്മൾ ഷോൾഡർ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലേക്ക് 1/2 ഇഞ്ച് പോകുമല്ലോ. അപ്പോൾ പിന്നെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് കഴുത്തായിരിക്കും. ഇപ്പോൾ കഴുത്ത് 3 ആണെങ്കിൽ 3.5 എടുക്കുക. അപ്പോൾ 1/2 ഇഞ്ച് ഷോൾഡർ അടിച്ച് കഴിഞ്ഞാൽ കഴുത്ത് നോർമലി 3 ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനെ ബേക്കിലത്തെ പാർട്ടും കഴിഞ്ഞു കേട്ടോ. ഇനി വേണ്ടത് ബേക്കിലത്തെ നെക്കിന് ക്രോസ് പീസ് വേണ്ടേ. അപ്പോൾ ഞാൻ 2 പീസ് ഇങ്ങനെ മേലെ വെച്ചിട്ട് ക്രോസ് പീസ് ഒറ്റ അടിക്ക് 2 പീസ് അങ്ങ് കട്ട് ചെയ്യാന്ന് വെച്ചിട്ട് ഇതേപോലെ 1.5 ഇഞ്ചിൻ്റെ ഒരു പീസാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ, ക്രോസ് ആയിട്ടുള്ളത്. ഓക്കെ, ഇതേപോലെ കട്ട് ചെയ്തെടുത്തു. ഇത് 2 പീസ് ഉണ്ട് കേട്ടോ. ഇനി ഇത് രണ്ടിനെയും കൂടി ജോയിൻ ചെയ്തിട്ട് ബേക്കിൽ ഫിക്സ് ചെയ്ത് വെക്കണം. ഇനി ഫ്രണ്ട് പാർട്ട് എടുക്കുക. ഫ്രണ്ട് പാർട്ടിൻ്റെ നെക്കാണ് വേണ്ടത്. അപ്പോൾ ആദ്യം ക്യാൻവാസിൽ നമുക്ക് ഏത് മോഡലാണോ വേണ്ടത് ആ ഒരു മോഡൽ വരക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മോഡൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ ഒരു ഡ്രസ്സിൻ്റെ വീഡിയോ ഞാൻ കുറച്ച് അധികം ഷോർട്ട് വീഡിയോ ആയിട്ടും ലോങ് വീഡിയോ ആയിട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഇതിൽ ചെയ്യേണ്ടത് നെക്ക് വിഡ്ത്ത് എത്രയാണെന്ന് അടയാളപ്പെടുത്തുക. പിന്നെ നെക്ക് ലെങ്ത്ത് അടയാളപ്പെടുത്തുക. അപ്പം നെക്ക് ലെങ്ത്ത് എടുക്കുമ്പോൾ വീണ്ടും 1/2 ഇഞ്ച് കൂട്ടാൻ മറക്കരുത്. കാരണം ഷോൾഡറിൻ്റെ ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആ ഒരു 1/2 ഇഞ്ച് അതിൻ്റെ ഉള്ളിലേക്ക് പോകും കേട്ടോ. അപ്പോൾ ഇതേപോലെ ക്യാൻവാസിൽ വരക്കുക. നമുക്ക് ഏത് മോഡലാണോ വേണ്ടത് ആ ഒരു മോഡൽ വരച്ചെടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ഒരു വി അല്ല, ഒരു ഇതള് ഷേപ്പുള്ളൊരു നെക്കാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അടയാളങ്ങളൊക്കെ വെച്ചു. അതെന്ന് വെച്ചാൽ ഫസ്റ്റ് ഒരു സ്ട്രേറ്റ് ലൈൻ വരക്കും. അതിൻ്റെ സെൻറ്ററിൽ നിന്ന് 1/2 ഇഞ്ച് പുറത്തേക്ക് കൊടുത്തിട്ട് ആ ഒരു 1/2 ഇഞ്ചിൻ്റെ ഡോട്ടിലൂടെ എങ്ങനെയെങ്കിലും കൊണ്ടുവരും കേട്ടോ. പിന്നെ 1 ഇഞ്ച് പുറത്തേക്ക് ഇതേപോലെ അടയാളപ്പെടുത്തിയിട്ട് അവിടെ നിന്നാണ് കട്ട് ചെയ്ത് മാറ്റാം. ഇതിൻ്റെ സെൻറ്ററിലെ ലൈനാണ് നമ്മുടെ ഒറിജിനൽ നെക്ക് കേട്ടോ. പിന്നെ ഇവിടെ ഒരു വര വരയുന്നുണ്ട്, നമ്മൾ ഒട്ടിക്കില്ലേ ഒരു തുണിയിലേക്ക് ഇതിനെ. അപ്പോൾ അത് കറക്റ്റ് കിട്ടാനും പിന്നെ നെക്ക് തുണിയിലേക്ക് ഫിക്സ് ചെയ്ത് നല്ല തുണിയിലേക്ക് വെച്ച് അടിക്കുമ്പോഴും ആ ഒരു ലൈൻ ഉണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് നേരെ വെക്കാനും സ്റ്റിച്ച് ചെയ്യാനും കഴിയും കേട്ടോ. കുറച്ചൊരു എളുപ്പമാണ്. അപ്പോൾ ഇപ്പം മിക്കവരും അങ്ങനെയാണ് ചെയ്യുന്നത്, ആ ഒരു ലൈന് വെക്കുന്നുണ്ട്. അപ്പോൾ ഞാനും അങ്ങനെ ചെയ്തു. ഇനി ഇതിന് ആ ഒരു കഴുത്തിൻ്റെ മോഡൽ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ പതിയെ കട്ട് ചെയ്തെടുക്കാം. പിന്നെ ക്യാൻവാസാണ്, കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ഒന്നങ്ങോട്ടും ഇങ്ങോട്ടോ നീങ്ങിപ്പോകുന്നല്ല, കട്ട് ചെയ്യുമ്പോൾ ഉള്ളിലേക്കൊരു ചുളിവ് വരുന്ന പോലെയൊക്കെ വരും. നമ്മൾ ശ്രദ്ധിച്ചാൽ വരില്ല. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് കട്ട് ചെയ്യാം കേട്ടോ. ഇതേപോലെ പതിയെ കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് വേണ്ട നെക്ക് മോഡലിൽ ആ ഒരു മോഡലാണിത്. അപ്പോൾ അതും ശ്രദ്ധിച്ചിട്ട് കട്ട് ചെയ്യാം. പിന്നെ ആ ഒരു ഇങ്ങോട്ടേക്ക് വരുന്നൊരു പീസില്ലേ, അത് കളയാൻ പാടില്ല. ഇങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. അതിൻ്റെ സെൻറ്ററിൽ ഒരു അടയാളം വെക്കാം. അങ്ങനെ ക്യാൻവാസ് കട്ട് ചെയ്തു. ഇനി ഇത് തുണിയിൽ വെച്ചിട്ടൊന്ന് അയൺ ചെയ്യണം. അയൺ ചെയ്യുമ്പോൾ ഒരു ഒത്ത ചൂടിൽ അയൺ ചെയ്യാം. ചൂട് കൂടിപ്പോയാൽ ക്യാൻവാസ് ഉരുകിപ്പോവാനും നെക്കിൻ്റെ മോഡലേ മാറിപ്പോവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അതേപോലെ അയൺ ചെയ്യുമ്പോൾ ഒന്ന് അയൺ ബോക്സ് അതിലിങ്ങനെ പ്രസ് ചെയ്തുകൊണ്ടാവും. വെറുതെ ഇങ്ങനെ ചുമ്മാ അയൺ ചെയ്ത് പോവാതെ ക്യാൻവാസിൻ്റെ ഓരോ ഭാഗത്തും പ്രസ് ചെയ്ത് എടുത്താറുണ്ട്. അത് സെറ്റായിട്ട് അവിടെ നിൽക്കും കേട്ടോ. എന്നിട്ട് ഈ ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ കട്ട് ചെയ്തെടുക്കണം. അത് താഴെ ഭാഗം മടക്കി അടിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ ഇടുന്നില്ല, അടുത്ത ഒരു പാർട്ടായിട്ട് ഇടുന്നില്ല കേട്ടോ. കാരണം 1 മണിക്കൂർ കൊണ്ട് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളൊരു ഫുൾ വീഡിയോ ഞാൻ ഇതിന് മുമ്പേ കൊടുത്തിട്ടുണ്ട്. അതിൽ ഈ ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ആണുള്ളത് കേട്ടോ. ശരിക്കും കറക്റ്റ് ഓരോ സ്റ്റെപ്പും ഞാൻ പറയുന്നുണ്ട്, അത് കാണാം.
അത് കണ്ടിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ എൻ്റെ കൂടെ പറ കേട്ടോ, ഞാൻ എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തരാം. എന്തെങ്കിലും വേറൊരു തുണിയിൽ ചെയ്തിട്ടെങ്കിലും പറഞ്ഞുതരാം കേട്ടോ. ഈ ഒരു തുണിയിൽ ഞാൻ പറഞ്ഞല്ലോ തീർന്നത് കൊണ്ട് തന്നെ ഇതിൽ എനിക്ക് കാണിക്കാൻ പറ്റില്ല. ഇനി വേണ്ടത് സ്ലീവാണ്. സ്ലീവിൻ്റെ ലെങ്ത്ത് പ്ലസ് 1 ഇഞ്ചാണ് എടുക്കുന്നത്. ബലൂൺ സ്ലീവാണ്. താഴെ ഭാഗം പടിയുള്ളത് കൊണ്ട് തന്നെ 1 ഇഞ്ച് അധികം എടുത്താൽ മതി. ഇനി 3 ഇഞ്ച് താഴേക്ക് ഇതേപോലെ അടയാളപ്പെടുത്താം. അവിടുന്ന് താഴേക്ക് ബോഡി പാർട്ടിൽ ആം ഹോൾ എത്രയാണോ അത് അടയാളപ്പെടുത്താം. താഴെ ഭാഗത്തുനിന്ന് 3.5 ഇഞ്ച് ഉള്ളിലേക്ക് അടയാളപ്പെടുത്തുക. അവിടെ 1 ഇഞ്ച് താഴേക്ക് അടയാളപ്പെടുത്തുക. എന്നിട്ട് ആ 1 ഇഞ്ചിൽ നിന്നും 3.5 ഇഞ്ചിലേക്ക് ഇതേപോലെ ഒരു ചെരിഞ്ഞിട്ടൊരു വര കൊടുക്കുക. അതിൻ്റെ സെൻറ്റർ കാണാം. ഓക്കെ, ഇതിൻ്റെ സെൻറ്റർ കാണാം. ഇനി ഈ 2 ഡോട്ടിൻ്റെയും ഉള്ളിലേക്ക് ഒരു സെൻറ്റർ വേണ്ടിയിട്ട് പുറത്തേക്ക് ഒരു ഡോട്ട്, അതുപോലെ ഇതിൻ്റെ സെൻറ്റർ വേണ്ടിയിട്ട് ഉള്ളിലേക്ക് ഒരു ഡോട്ട്. ഇനി ആ 1 ഇഞ്ചിൽ നിന്ന് പുറത്തുള്ള ഡോട്ടിലൂടെ സെൻറ്ററിലേക്ക് വന്നിട്ട് ഉള്ളിലുള്ള ആ ഒരു പോയിൻ്റില്ലേ, അപ്പോൾ ആ പോയിൻ്റിലൂടെ ഏറ്റവും താഴെ വരാം. ഇനി ഈ ഭാഗത്തും അതേപോലെ 3 അടയാളപ്പെടുത്തുക. കൈവണ്ണം എത്രയാണോ വേണ്ടത് അതിൻ്റെ കൂടെ 1 ഇഞ്ച് ആഡ് ചെയ്യുക കേട്ടോ. 1 ഇഞ്ച് ആഡ് ചെയ്തിട്ട് അവിടെ ഒരു അടയാളം വെക്കുക. എന്നിട്ട് നമ്മൾ 3.5 ഇഞ്ച് അടയാളപ്പെടുത്തില്ലേ, ഈ അളവൊക്കെ ഷേപ്പ് ചെയ്ത് വെച്ച അവിടുന്ന് ആ ഒരു വണ്ണത്തിലേക്ക് ഇതേപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരക്കുക. എന്നിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതിലും ഞാൻ ഫ്രണ്ട് പാർട്ട് കുഴിച്ച് കട്ട് ചെയ്യുന്ന വീഡിയോ ഇല്ല. ആ ഭാഗം എൻ്റെ കൂടി ആ ഭാഗം നഷ്ടപ്പെട്ടു പോയി കേട്ടോ. അപ്പോൾ നല്ല ഭാഗവും ഒരുമിച്ച് വെച്ചിട്ട് ഫ്രണ്ട് പാർട്ട് ചെറുതായിട്ടൊന്ന് കുഴിച്ച് വെട്ടണം കേട്ടോ. അത് നിങ്ങൾ ശ്രദ്ധിക്കും ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അതിലെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യട്ടോ, ഞാൻ പറഞ്ഞുതരാം. സ്ലീവിൻ്റെ പാർട്ട് മാത്രമായിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ, എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത്. എൻ്റെ ഇതിൻ്റെ സെൻറ്റർ ജസ്റ്റ് ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു കട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പടി ഞാൻ 3 ഇഞ്ചാണ്, ഒരു പീസ് 3 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. അപ്പം മടക്കുമ്പം 1.5 ആയിട്ട് വരും അല്ലേ. പിന്നെ ലെങ്ത്ത് നമ്മൾ താഴെ ഭാഗത്ത് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് ആ ഒരു ലെങ്ത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. താഴെ ഭാഗം സ്റ്റിച്ച് ചെയ്ത് കിട്ടാൽ വേണ്ടുന്നതും അതിൻ്റെ കൂടെ 1 ഇഞ്ച് കൂട്ടിയിട്ട് എടുത്തില്ലേ, ആ ഒരു കേട്ടോ. കറക്റ്റ് വണ്ണത്തിൻ്റെ കൂടെ 1 ഇഞ്ച് കൂട്ടിയിട്ടുള്ള പടിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അങ്ങനെ സ്ലീവും സെറ്റായി, ബോഡി പാർട്ടൊക്കെ സെറ്റായി, നെക്ക് റെഡിയായി. ഇനി ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ പോക്കറ്റ് വെക്കാം, പോക്കറ്റ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കട്ടിങ് വീഡിയോ. സംഭവം കാണുമ്പോൾ ഭയങ്കരമായിട്ട് തോന്നുമെങ്കിലും നമ്മൾ 1-2 വട്ടം കണ്ട് അല്ലെങ്കിൽ 1-2 വട്ടം ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് കേട്ടോ. ഒന്ന് ശ്രദ്ധിച്ചാലും ഒരു ക്ഷമയോടെ ചെയ്താൽ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്.